ബിഗ് ബോസ് ഷോ വിജയകരമായിട്ട് ഇങ്ങനെ 7ാമത്തെ ആഴ്ചയിൽ കിടക്കുകയാണ്. ഈ ആഴ്ച നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ്, പ്രേക്ഷകർ എന്താണോ ചോദിക്കാൻ ആഗ്രഹിച്ചത് ആ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ആഴ്ച എന്തൊക്കെ ലാലേട്ടൻ ചോദിക്കണം, ആരാണ് ഔട്ടാവുക, ഈ ആഴ്ചയിലെ ഹോട്ടൽ ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഗസ്റ്റുകൾ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഓഡിയൻസിനോട് തന്നെ ചോദിച്ചറിയാം വരും. സാധാരണ സീസൺസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് വീക്കായിട്ട് തോന്നി. ലൈക്ക് അത്ര ഒരു എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. വളരെ നിലവാരം കുറഞ്ഞ തല്ലുപിടുത്തങ്ങളും കാര്യങ്ങളും മാത്രമാണ് ഇപ്പോഴും ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. ഇത്തവണ കുറച്ചും കൂടി കണ്ടന്റ് ഉണ്ട്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ കുറെ പേരുണ്ടല്ലോ അതിനകത്ത് തന്നെ. നമ്മൾ എല്ലാവരും ഒളിഞ്ഞോൾ കാണുന്നല്ലേ ഇതൊക്കെ. പിന്നെ ഈ അടുത്തുണ്ടായ ഒരു ഇൻസിഡന്റ് എല്ലാവരും കണ്ടിരിക്കുകയാണല്ലോ റീസെന്റ്. ഇപ്പോൾ LGBTQ അതിനെ കുറിച്ചുള്ള ആ ഒരു ജെൻഡറിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവരോട് പൂർണ്ണമായിട്ടും 100% ആയിട്ട് യോജിക്കുന്നത് ലക്ഷ്മിനോടാണ്. കാരണം അവരവരുടെ ഒരു സ്റ്റാൻഡ് പറഞ്ഞു. പുള്ളിക്കാരുടെ സ്റ്റാൻഡ് കറക്റ്റായിട്ട് തന്നെ നിൽക്കണ്. പ്രത്യേകിച്ച് ഇപ്പം ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞിട്ടൊന്നും മാറ്റമൊന്നുമില്ല അങ്ങനത്തെ മൈൻഡ്. ലക്ഷ്മിയുടെ ആ നിലപാടിനോട് യോജിക്കുന്നുണ്ടോ? ആദില നൂറയെ പറ്റി സംസാരിച്ചത് അതല്ല, ഇതിപ്പോൾ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണല്ലോ. ചിലർക്ക് 2 ജെൻഡർ, ചിലർക്ക് LGBT. പക്ഷേ നിലവിൽ ലക്ഷ്മി പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കര വൈറലാണ്. ടിൽ നൗ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, അത് ഓക്കെ. പക്ഷേ എങ്കിലും ലക്ഷ്മി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയും വലിയൊരു ഷോയിൽ പറയാൻ പാടുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ? അത് ശരിയാണ്. അതല്ല, ഇതിപ്പം ആ ഷോ ഇപ്പം ഓരോരുത്തർക്ക് ആ ഷോയിൽ തന്നെ പറഞ്ഞിട്ടല്ലോ, ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അപ്പം വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയാമല്ലോ. അത് ആക്ച്വലി വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. ഡിസ്കസ് ചെയ്യേണ്ടതാണെങ്കിൽ ഡിസ്കസ് ചെയ്യാം, ബട്ട് ഓൺ ദ സ്പോട്ടിൽ റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് വച്ചിട്ട് പിന്നെ റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ലക്ഷ്മി ഓൺ ദ സ്പോട്ടിൽ റിയാക്ട് ചെയ്തല്ലോ. അത് പക്ഷെ അൺനെസസറി ആയിട്ടല്ലോ. അത് പറയേണ്ടടുത്ത് പറയുന്നല്ലേ നല്ലത്, പറയേണ്ടാത്തടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരാരും നമ്മളെന്താ പറയാ ഫോഴ്സ് ചെയ്യുന്നില്ലല്ലോ. ലൈക്ക് അവര് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. നമ്മളെന്തിനാണ് അവരുടെ എന്താ പറയാ കാര്യത്തിൽ പോയി ഇടപെടുന്നത്? അവരാർക്കും എന്താ പറയാ ഒരു ദ്രോഹം ഇല്ലാണ്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മളത് ബോധറിയേണ്ട ആവശ്യമില്ല. നെവിൻ്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടും പറയാൻ പറ്റില്ല. തുടക്കത്തിൽ ഫണ്ണായ പല കാര്യങ്ങളും എനിക്കിപ്പോൾ പിന്നീട് ഫണ്ണായിട്ട് തോന്നുന്നുമില്ല. അപ്പം ഷാനവാസിന് അത് ഷാനവാസിൻ്റെ കാര്യമാണ്. ഇപ്പോൾ പല കാര്യം പറയണമെങ്കിൽ ആര്യൻ്റെയും റെനയുടെയും കാര്യം പറയണമെങ്കിൽ റെനയ്ക്ക് അത് ഒഫൻസീവായി തോന്നിയാൽ അത് ഒഫൻസീവാണ്. അതിൽ പല കാര്യങ്ങളും തെറ്റായിട്ടാണ് പറയണത്. ഇപ്പം ആര്യൻ ജസ്റ്റ് തൊടാൻ വന്നു എന്നാണ് പറയണത്, പക്ഷെ ഹോൾ ബോഡി അവൻ്റെ ആക്ച്വലി അവിടെയായിരുന്നു. അങ്ങനെ പറയണമെങ്കിൽ റെനയ്ക്ക് അത് ഒഫൻസീവ് ആയ പോലെ ഷാനവാസിന് അന്ന് തോന്നിയിരുന്നെങ്കിൽ ഷാനവാസിന് അന്ന് അത് പറയായിരുന്നു. അല്ലാതെ ഇപ്പോൾ അതെടുത്ത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അക്ബർ കുറച്ച് ദേഷ്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ആ പുള്ളി ഭയങ്കര ജെന്യൂൻ ആണ്. ലൈക്ക് ഇപ്പം എനിക്ക് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് അറിയാമല്ലോ. അപ്പൊ പുള്ളി ഓപ്പൺ ആയിട്ട് പറയും. ആൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരാളാണ്. അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരാളല്ല. ഇപ്പോൾ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നാലും പുള്ളി അത് സോറി പറയുന്നൊരു ആളാണ്. ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? റെന ഫാത്തിമ. ലക്ഷ്മി. ഇദ്ദേഹം ഇവിടെ നിൽക്കാൻ അർഹതയില്ല എന്നുള്ളൊരു മത്സരാർത്ഥി ആരായിരിക്കും? മൈറ്റ് ബി സാബ്മാൻ. വെറുതെ ഒരു സ്റ്റാച്ചു ആയിട്ട് നിന്ന് പുറത്ത് ചൂട് കൊണ്ട് നിന്നു എന്ന് പറഞ്ഞത് കൊണ്ടിട്ട് മാത്രം വന്ന സോഫ്റ്റ് കോർണറിൽ വന്നതല്ലേ, അല്ലാതെ ടാസ്ക് ചെയ്ത് വന്നല്ലോ. ഇത്രയും സീസൺസിൽ വെച്ച് ഏറ്റവും വളരെ മോശമായ ഹോട്ടൽ ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം വളരെ ഇപ്പൊ ബിഗ് ബോസ് തന്നെ കുറെ പ്രാവശ്യം പറയുന്നുണ്ട് ക്ലാസിക് ബിഗ് ബോസ് ടാസ്ക്. പക്ഷെ മറ്റുള്ള സീസണിൽ ക്ലാസിക് ആയിരിക്കാം, ഇതില് എനിക്ക് ക്ലാസിക്കായിട്ട് തോന്നിയില്ല. ഇപ്പൊ ആർക്കും ഗെയിം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ പൊതുവെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ 3 ദിവസവും സെയിം ക്യാരക്ടേഴ്സ് തന്നെയായിരുന്നു. GM തന്നെയാണ് Day 1 തൊട്ട് Day 3 വരെ GM. മറ്റുള്ള ടാസ്കില് സെക്കൻഡ് ഡേ വെച്ച് ക്യാരക്ടേഴ്സ് സ്വിച്ച് ആവുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ആൾക്കാർക്ക് ഗെയിം കളിക്കാൻ കുറച്ചും കൂടി നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ഇത് ഒരേ ലെവലിൽ പോയതുകൊണ്ട് കുറച്ച് പേര് നന്നായിട്ട് ഗെയിം വർക്ക് ചെയ്യണം. ഇപ്പൊ GM-ഉം അസിസ്റ്റന്റ് മാനേജറും മറ്റുള്ള ഈ സെക്യൂരിറ്റി ആയിട്ടുള്ള ജിസയിലൊന്നും ഫിസിക്കലി ഒരു വർക്കും ചെയ്തതായിട്ട് തോന്നുന്നില്ല. അവര് വേർബലി മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. സ്റ്റാർസ് കൂടുതൽ കിട്ടും. അവർക്ക് സ്റ്റാർസ് കൂടുതൽ, അത് ഗെയിമാണ്. അനീഷിനും അക്ബറിനും കൂടുതൽ സ്റ്റാർ കിട്ടി കഴിഞ്ഞാൽ അവരുടെ മറ്റേ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടും. അതുകൊണ്ട് മാത്രം. അപ്പൊ ആ ക്യാരക്ടേഴ്സ് സ്വിച്ച് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ഗെയിം കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാം. ഫൈനൽ 5-ലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു 5 പേരുടെ പേര് പറഞ്ഞാൽ അതാരായിരിക്കും? ഗിസേൽ കാണും, ഷാനവാസ് എന്തായാലും കാണുമായിരിക്കും, അക്ബർ കാണുമായിരിക്കും, അനീഷ് കാണുമായിരിക്കും. ഈവൻ അനു, ആദില, നൂറ 50-50 ആണോ.
സോ ഇപ്പോഴത്തേത് വെച്ചിട്ട് ഇത്രയും വരും. മേ ബി ലക്ഷ്മി കാണുമായിരിക്കും. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.